ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കക്ക ഫ്രൈ ആണ്. ഞങ്ങളുടെ ലക്ഷദ്വീപിൽ ഇതിനെ കക്ക എന്നും ചിപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ച് അധികം കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതിനെ പുഴുങ്ങി ഫ്രൈ വെക്കാം. അങ്ങനെ നമ്മുടെ കക്ക പുഴുങ്ങി എടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ അകത്തുള്ള ഇതാണ് നമ്മുടെ അകത്തുള്ള സാധനം, കാണുന്നുണ്ടോ? ഇത് അതിൻ്റെ തോടാണ്, അത് ഇളക്കി വെച്ച തോടാണ്. ഇതിനകത്തുള്ള തശ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന തശയാണ് നമ്മളിപ്പോൾ ഫ്രൈ ആക്കാൻ പോകുന്നത്. ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു തക്കാളിയും. എന്നിട്ട് എണ്ണ ചൂടായ ശേഷം ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത്, കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി വരാൻ വേണ്ടിയാണ്. നല്ലോണം ഉള്ളി വാടിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലോണം വഴറ്റുക. നല്ലോണം വാടി വരണം. നല്ലോണം വാടിയതിന് ശേഷം അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളകും തക്കാളിയും ചേർത്ത് അതും നല്ലവണ്ണം വാട്ടിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കക്കയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അത് മൂടി വെച്ച് കഴിഞ്ഞാൽ കക്ക വേകും. കക്ക നല്ല രീതിക്ക് വെന്ത് വരും. അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും ഫിഷ് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, ഈ രീതിയിലും ആ രീതിയിലും. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും.